ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടൊരു രാഷ്ട്രീയ നിലപാടുള്ളൊരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പോലീസിനെ കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടാണ്. അതൊരു വേട്ടപ്പട്ടിയാണ്, ഭരണകൂടത്തിൻ്റെ വേട്ടപ്പട്ടിയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പെശകുകൾ, ആ പെശകുകളെ ന്യായീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയതാണ് ഇവിടെ പ്രശ്നം. കാരണം അവിടെ സംഭവിക്കുന്നത് എന്താണ്? പോലീസിൻ്റെ ഈ അരാജകത്വം, പോലീസിൻ്റെ ഈ ജനവിരുദ്ധ സ്വഭാവം, പോലീസിൻ്റെ ഈ മർദ്ദക സ്വഭാവം, അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷം മുമ്പ് ഉണ്ടായിരിക്കുന്ന പോലീസ് മർദ്ദനത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അതിന് വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആ വിശദാംശങ്ങൾ എന്തുകൊണ്ട് കിട്ടി? കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇപ്പോൾ അദ്ദേഹം 40 കൊല്ലത്തിന് 50 കൊല്ലത്തിനെ പറയുന്നുണ്ടല്ലോ. എന്നാണ് RTI എന്ന് പറയുന്ന ഒരു നിയമം വന്നിരിക്കുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ആരായി രാജ്യത്ത് കൊണ്ടുവന്നത്? പിണറായി വിജയൻ കൊണ്ടുവന്നതാണോ? ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ഈ RTI ആക്ട് വരുന്നത്. ആ RTI ആക്റ്റാണ് ഇന്ത്യയിലെ പൗരന്മാരെ എംപവർ ചെയ്തത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സർക്കാർ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് 2009 ഇറങ്ങി പോവുകയും ചെയ്തില്ലേ? അതിനുശേഷമല്ലേ BJP വന്നത്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോയിരിക്കുക, അത്തരം രാഷ്ട്രീയ കാര്യങ്ങളിൽ പോയിരിക്കുക നല്ലത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ കൊണ്ടുവന്ന ഈ ശക്തമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ഈ ഭരണകൂട ഭീകരതയിൽ പോരാടുന്നത്. അപ്പം അതുകൊണ്ട് 2 കൊല്ലം അവർക്ക് എടുക്കേണ്ടി വന്നു. ആ 2 കൊല്ലത്തെ ദീർഘമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷമാണ് ഈ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ അവർക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനടി അവനെ കള്ളനും കൊള്ളക്കാരനും മഹാഭീകരനും, അത് കൊളോണിയൽ കാലം മുതലുള്ള രീതിയാണ്. അതിൻ്റെ ഇരകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ, അതിൻ്റെ ഇരകളായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. ഈ കാര്യത്തിൽ കുറേ കൂടി നീതിപൂർവമായിട്ടുള്ള, കുറേ കൂടി ജനാധിപത്യപരമായിട്ടൊരു സമീപനം എടുക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് വെറും സാങ്കേതികമായിട്ട് ഇയാൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ 10 കേസിൽ പ്രതിയാണ്, അല്ലെങ്കിൽ 15 കേസിൽ പ്രതിയാണ്, മഹാകള്ളനും കൊള്ളക്കാരനുമാണ്, മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് പറ്റിയ പോലീസുകാർക്ക് ഞങ്ങൾ നടപടിയെടുക്കുന്നു എന്ന് പറയുന്നതിന് ഇത്തരത്തിലുള്ള എന്താ പറയുക മുട്ടുന്യായങ്ങളുണ്ടല്ലോ. ഈ മുട്ടുന്യായങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ചിലവാകുകയില്ല. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല എന്നത് മാത്രമാണ് ഇതിന് പ്രശ്നം. തെറ്റ് പറ്റിയിട്ടുണ്ട്, തങ്ങളുടെ ഭാഗത്ത് പെശകൾ പറ്റിയിട്ടുണ്ട്. ആ പെശകൾ അന്തസ്സായിട്ട് തിരുത്തുന്നതിന് പകരം ഈ പോലീസുകാരൻ ന്യായീകരിക്കേണ്ട, വല്ല പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുത്തിരിക്കുന്ന റെക്കോർഡുകൾ വായിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളികൾ, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥയാണ്.